അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക് ആരാണ് അള്ളാഹു, ആരാണ് ദൈവം, ആരാണ് സൃഷ്ടാവ് എന്ന ചോദ്യത്തിൽ നമ്മളെ കൺഫ്യൂഷന് ഒരു ഉത്തരത്തിലേക്ക് എത്താനുള്ള ശ്രമം നടത്തുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ഈ സെഷൻ്റെ ഉദ്ദേശം. ആരാണ് അള്ളാഹു? നമ്മൾ ആദ്യമായിട്ട് നമ്മൾ കേട്ടിട്ടുള്ള ഒരു പേര് കൂടിയാണല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നമ്മൾ ഓർക്കും. മറ്റ് എന്താ പറയുക, ഓരോ വിശ്വാസത്തിലും ഓരോ രീതിയിലാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അന്ന് മുതലേ കേട്ടു തുടങ്ങുന്നൊരു കാര്യമാണ് അള്ളാഹു. പിന്നീട് നമ്മൾ മതപഠന സ്ഥാപനങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് അവിടെ നിന്നും അള്ളാഹുവിനെ അള്ളാഹുവിനെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കും. പക്ഷെ അള്ളാഹുവിൻ്റെ രൂപമോ ഭാവമോ ഒന്നും നമുക്കറിയില്ല. അള്ളാഹുവിൻ്റെ പ്രത്യേകതകളൊക്കെ നമുക്ക് പറഞ്ഞു തരും. പക്ഷെ നമുക്കൊരു രൂപമോ ഭാവമോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളായിട്ട് കുറേ വിഷ്വലൈസേഷൻ നടത്തും. അള്ളാഹു ഇങ്ങനെ ആയിരിക്കാം, അള്ളാഹു അങ്ങനെ ആയിരിക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അത് ഓരോ മതത്തിലും പലരും ദൈവം ഇങ്ങനെ ആയിരിക്കാം, ദൈവം അങ്ങനെ ആയിരിക്കാം. ദൈവത്തിന് പല രൂപങ്ങളും ഓരോ മതത്തിലും കൊടുത്തിട്ടുണ്ട്. ഇസ്ലാമികപരമായി പറയുകയാണെങ്കിൽ നമ്മളെ വിഷ്വലൈസേഷനാണ്. ഓരോ മനുഷ്യൻ്റെയും മനസ്സിലുള്ള അള്ളാഹുവിൻ്റെ രൂപം വ്യത്യസ്തമാണ്. അപ്പോൾ നമുക്ക് ഖുർആനിൽ എന്താണ് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതെന്നും ഭഗവത്ഗീതയിൽ എന്താ പറഞ്ഞിട്ടുള്ളതെന്നും അതുപോലെ തന്നെ ബൈബിളിൽ എന്താ പറഞ്ഞിട്ടുള്ളതെന്ന് നോക്കാം. അതിൽ നിന്ന് ഏകദേശ രൂപത്തിലേക്ക് നമുക്ക് എത്താം, കൺഫ്യൂഷൻ മാറ്റാം. അള്ളാഹുവിനെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ പറയുന്നത് അള്ളാഹു നൂറു സമാവാത്തി വല്ലാതെ കമ്മസലു നൂരിഹി മിഷ്കാത്തും ഫി മിസ്ബാഹ് എന്നൊരു ആയത്തുണ്ട് ഖുർആനിൽ. അതിൽ എന്താ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു എന്ന് പറഞ്ഞാൽ ആകാശഭൂമികളുടെ പ്രകാശമാണ്. ആകാശഭൂമികളുടെ പ്രകാശമാണ്. അതെങ്ങനെയാണ് ഒരു വിളക്കുമാടത്തിൽ നിന്നൊരു വിളക്ക് പ്രകാശിക്കുന്നത് പോലെ അത് ഈ ലോകത്തിന് മുഴുവൻ വെളിച്ചം നൽകുന്നു എന്നാണ് അള്ളാഹുവിനെ കുറിച്ച് പറയുന്നത്. ബൈബിളിൽ പറയുന്നത് വെളിച്ചമേ നയിച്ചാലും എന്നാണ്. അതുപോലെ തന്നെ ഭഗവത്ഗീതയിലും അതുപോലെ തന്നെ ഭഗവാന് വെളിച്ചമായിട്ടാണ്, അതിൻ്റെ പ്രതീകമായിട്ടാണ് അവർ വൈകുന്നേരങ്ങളിൽ വിളക്ക് കത്തിക്കുന്നത്. വിളക്ക് കത്തിക്കുന്നതിൻ്റെ പ്രതീകം എന്താണെന്ന് വെച്ചാൽ ഭഗവാൻ വെളിച്ചമാണ്. വെളിച്ചം നമ്മളിൽ ഉണ്ടാക്കിയെടുക്കേണ്ടതിന് പ്രാധാന്യമാണ് വെളിച്ചം കത്തിക്കുന്നത് പോലും. അപ്പോൾ അങ്ങനെയാണ് എല്ലാ മതങ്ങളിലും പ്രകാശമായിട്ടാണ് ഭഗവാൻ പടച്ചതമ്പുരാനെ പറയുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം ആ ഒരു കാര്യത്തിൽ നമുക്ക് ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന മഹത്തായൊരു ശക്തി, ആ ഒരു പ്രകാശ ശക്തി അങ്ങനെ തന്നെ പറയാം. നമുക്ക് പറയാം മൂസാ നബി കണ്ട പ്രകാശം അല്ലേ. മൂസാ നബി അള്ളാഹുവിനെ കാണാൻ വേണ്ടി തുരിസീന പർവ്വതത്തിൻ്റെ അവിടെ പോയി ചെരുപ്പ് കഴിച്ച് നിന്നുമ്പോൾ സമയത്ത് എന്താ കണ്ടത്? ആ ഒരു പ്രകാശ ശക്തിയാണ്. അത് കണ്ടപ്പോൾ തന്നെ ബോധം കെട്ട് വീണെന്ന് പറയാം. അത്രയ്ക്കും അതിൻ്റെ പവർ അത്രയധികമാണ് എന്നുള്ളതാണ്. ആ ഒരു ശക്തിയാണ് ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഏകദേശം ഒരു സംശയങ്ങൾക്ക് നമുക്ക് ആ ഒരു ചെറിയൊരു ക്ലാരിറ്റി കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസിലൂടെ നമുക്ക് കുഞ്ഞുനാൾ മുതലേ ഉള്ള ഒരുപാട് സംശയങ്ങളുണ്ട്. ആ സംശയങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പുതിയ ചോദ്യങ്ങൾക്ക് പുതിയ ഉത്തരം വേണമെന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. കാര്യം സോളൊക്കെ ഒരുപാട് അഡ്വാൻസ്ഡായി. പഴയ കാലം പോലെയുള്ള പഴയ കാലത്ത് നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്, ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം. അപ്പോൾ നമ്മൾ ചെയ്യുമായിരുന്നു. പക്ഷേ പുതിയ തലമുറ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതെന്താ അങ്ങനെ ചെയ്യേണ്ടതെന്ന് ചോദിക്കും. ആ യുക്തി ചോദിക്കപ്പെടുന്ന ഈ കാലത്ത് നമുക്ക് ആ ചോദിക്കുമ്പോൾ ഉത്തരം കൊടുക്കാൻ നമ്മുടെ കയ്യിൽ, നമ്മുടെ മക്കൾ ചോദിക്കും എന്താണ് സൃഷ്ടാവ്, എന്താ സൃഷ്ടിപ്പിൻ്റെ ഉദ്ദേശം എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റണം അല്ലേ. അപ്പോൾ അതിനാണ് നമ്മൾ ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുന്നത്. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.